ദൈവം വളരെ അത്ഭുതകരമായിട്ട് നടത്തുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. സാക്ഷ്യം എന്ന് പറയുമ്പം ഞാൻ കടന്നുപോയ ചില ഏരിയകളിലൊക്കെയും കർത്താവ് എന്നെ വളരെ എന്താ പറയണ്ടേ, നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പാടി പോരാട്ടമുള്ളത് നമുക്ക് പോരാട്ടമുള്ളതെന്നുള്ളതിനെ പറ്റി നമുക്ക് പാടിയപ്പം നമ്മളിങ്ങനെ പാടി ദുഷ്ടാത്മസേനയോടത്രേ. അതെ, തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളമായിട്ട് നമ്മളിവിടെ വരുന്നത് കാണുന്ന അവസ്ഥയിലായിരിക്കുമ്പോഴും ചില മേഖലയിൽ ഞാൻ വളരെ പോരാട്ടത്തിൽ തന്നെയായിരുന്നു. അവിടെയൊക്കെയും കർത്താവ് വീഴാതെ വണ്ണം കാത്തു. അതിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നത്. കാരണം ജോലിയോടുള്ള ബന്ധത്തിലും അങ്ങനെയുള്ള പല ഇഷ്യൂസുകളിലും വളരെ തിട്ടമായ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകാൻ കർത്താവ് ഇടയാക്കി. കാരണം അതൊക്കെ ദൈവം പല കാര്യങ്ങളും പഠിപ്പിക്കുകയായിരുന്നു. കാരണം പലപ്പോഴും നമ്മുടെ കഴിവുകളും നമ്മുടെ സംസാരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ പറഞ്ഞു നിൽക്കാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും തകർന്ന് അടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ കഴിഞ്ഞ ചില നാളുകളായിട്ട് കടന്നുപോയി അവരിലൂടെയൊക്കെ. അപ്പം അങ്ങനെ കടന്നുപോയി കഴിഞ്ഞപ്പോഴും കർത്താവ് വളരെയധികം കൃപ ചെയ്തു വീഴാതെ നിൽക്കുവാൻ. നമ്മളിങ്ങനെ പാടുമല്ലോ, ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം ആരിത് കടന്നിടുവോ. തീർച്ചയായിട്ടും നമ്മൾ തന്നെ കടന്നിടും. അപ്പം തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് കടക്കാൻ കഴിയും. അതാണ് നമ്മുടെ അങ്ങനെയുള്ളൊരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ അതിനകത്ത് തന്നെ പിന്നെ അധികം ബലപ്പെടുത്തിയൊരു കാര്യം, അങ്ങനെ ഇരുന്നപ്പോൾ എന്നോട് ദൈവം ഇടപെട്ട് പുറപ്പാട് 15 ചില വാക്യങ്ങൾ അത് ഞാൻ എൻ്റെ സാക്ഷിയോടുള്ള ബന്ധത്തിൽ തന്നെ ബലപ്പെടുത്തിയാണ് ഞാൻ വചനം എടുക്കുന്നതല്ല. പക്ഷേ എന്നെ ദൈവം വളരെ എന്നെ ബലപ്പെടുത്തിയ ചില കാര്യങ്ങൾ മാത്രം. നമുക്കറിയാം 15-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് മോശയുടെയും അവരുടെ പിന്നെ മിരിയാമൊക്കെ തപ്പ് കൂട്ടി അപ്പുറം കടന്നതിന് ശേഷം അവർ പാടുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനുശേഷം ഈ അവസാനം ഇങ്ങോട്ട് വരുമ്പോഴത്തേന് അതിൻ്റെ 24 അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയോട് നേരെ പുറപ്പെടുത്തു. അപ്പോൾ അതിന് മേളിൽ എഴുതിയിരിക്കുന്നത് ആ മാറായിലെ വെള്ളം അത് കയ്പായിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതിനെ എങ്ങനെയാണ് അത് മധുരമാക്കി തീർത്തതെന്ന് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ശരിക്കും കടന്നുപോയ അവസ്ഥയിലൊക്കെ കർത്താവ് നടത്തിയത് ആ വിധമായിരുന്നു. കാരണം ആ ദൈവത്തിൻ്റെ വചനം അതാത് സമയങ്ങളിൽ എന്നെ അതായത് കൈപ്പേറിയ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയെങ്കിലും കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനെ മധുരമാക്കി തീർക്കുന്ന ചില കാര്യങ്ങൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ കാണിച്ചു വന്നു. അതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. കാരണം അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. അതിനുശേഷം താഴോട്ട് എഴുതിയിരിക്കുന്നു, നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. തീർച്ചയായിട്ടും നമ്മുടെ യഹോവ നമ്മളെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. കാരണം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് നമ്മളെ ബലപ്പെടുത്തേണ്ടതിന് ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ കടത്തി വന്ന ചില ഏരിയകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്നും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജോലിയോടുള്ള ബന്ധത്തിനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ആ കാര്യങ്ങളിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായത് നമ്മളെത്രമാത്രം നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്ന ബലത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ യഹോവ എൻ്റെ ബലം എന്ന് എനിക്ക് എത്രമാത്രം പറയാൻ കഴിയും എന്നുള്ള ഒരു കാര്യം ഇതിലൂടെയൊക്കെ കടത്തി വിട്ടപ്പോൾ വാസ്തവമായിട്ടും ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. കാരണം നമുക്ക് പല കാര്യങ്ങൾ പറയാനറിയാം, നമുക്ക് പല കാര്യങ്ങൾ വാദിക്കാനറിയാം, അല്ലെങ്കിൽ അത് ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ അവിടെയൊന്നും നമുക്ക് യഹോവയുടെ പ്രവൃത്തി കാണാൻ കഴിയത്തില്ല. യഹോവയുടെ പ്രവൃത്തി കാണണമെങ്കിൽ അവിടെയെല്ലാം നമ്മളെ തന്നെ താഴ്ത്തുകയും അതിലൂടെയൊക്കെ പോകുവാൻ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ താഴ്ത്തി കൊടുക്കുമ്പോൾ അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ദൈവം ഈ ആഴ്ചകളായിട്ടെല്ലാം ദൈവം എന്നെ നടത്തി. അതിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം നമ്മളെല്ലാം ജഡത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജഡം ബലഹീനമാണ്. നമ്മൾ വിശ്വാസത്തിലായിരിക്കുന്നു. അവിടെയൊക്കെയും നമ്മൾ പലപ്പോഴും താഴ്ചകളിലൊക്കെ കടന്നു പോകുമ്പോഴും ആ ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ
ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആത്മാവ് നമ്മളെ ഓരോ ദിവസവും ആ നേർവഴി കാണിച്ച് ഇതിലൂടെ ഒക്കെ ദൈവം നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്നുള്ള ഒരു കാര്യം ഈ കഴിഞ്ഞ ആഴ്ചകളും ഒരു മാസമായിട്ട് കർത്താവ് എന്നെ അത് കാണിച്ചു തരികയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനായിട്ടും കർത്താവ് ബലപ്പെടുത്തിയതിനായിട്ട് ഞാൻ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറയുന്നു. കാരണം ഇതെല്ലാം ആയിരിക്കുമ്പോഴും ഇവിടുന്ന് ലഭിക്കുന്ന ഓരോ വചനങ്ങളും ഓരോന്നും എന്നെ അങ്ങനെ തന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ ഏതായാലും കർത്താവിൻ്റെ ആ ബലം അല്ലെങ്കിൽ കർത്താവ് നമ്മളെ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനായിട്ടെല്ലാം ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നത് പോലെ തന്നെ നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹമാണ്. ഞാൻ ദൈവം എന്നോട് ഇടപെട്ട ഇതിനോടൊക്കെ ആയിരുന്നപ്പോഴും കർത്താവ് എന്നോട് ഇടപെട്ട ചില കാര്യങ്ങളായിരുന്നു. അതിൻ്റെ 6-ാം അധ്യായം നമുക്ക് അതിൻ്റെ 46 മുതൽ കീബോർഡുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതിൻ്റെ 46 മുതൽ 59 വരെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. എന്താണ് അവിടെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ ആണ്. അതിനുശേഷം താഴെ ശിഷ്യന്മാർ പലരും വിട്ടിട്ട് പോകുന്ന ഒരു കാര്യമാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്. അവൻ്റെ അതായത് അതിൻ്റെ 60 മുതൽ ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നു. അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് കേൾക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാവുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാവുന്നു. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നമെന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു. ഏതു ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്നും അവൻ പറഞ്ഞു. അതിനുശേഷം എഴുതുന്നു, അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. അതിനുശേഷം താഴെ എഴുതിയിരിക്കുന്നു, ആകയാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ശീമോൻ പത്രോസ്, ഇതെല്ലാം നമുക്കറിയാവുന്നതും നമ്മൾ പലപ്പോഴും ഇവിടെയൊക്കെ നമ്മൾ പല മെസ്സേജുകൾ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള മെസ്സേജാണ്. പക്ഷേ എന്നോട് കർത്താവ് സംസാരിച്ച ഒരു കാര്യമായിരുന്നു. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. അതെ, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആ ഒരു കാര്യം ആണ് ദൈവം എന്നെ വളരെ കാരണം ഞാനിങ്ങനെ ദൈവം ഞാൻ ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ, ഈ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ഇടപെട്ട് നമ്മൾ പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വചനങ്ങൾ തന്നെയാണ് നമ്മളെ വളരെയധികം ബലപ്പെടുത്തുകയും പല സഹോദരന്മാരിൽ നിന്നും പലയിടത്തു നിന്നും നമ്മൾ ഈ വചനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ കണ്ട ഒരു കാര്യം, എങ്കിലും എഴുതിയിരിക്കുന്നത് ഇത് ഹേതുവായിട്ടത്ര ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്നും പറഞ്ഞു. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാർ പലരും, അപ്പോൾ ഇത് കഠിനമാണ്. ഇങ്ങനെ ഇപ്പം ഞാൻ ചിന്തിക്കായിരുന്നു, നമ്മളും ഇവിടുന്ന് വചനം പലപ്പോഴും നമ്മൾ വചനം കേൾക്കുന്നുണ്ടല്ലോ. വചനം കേൾക്കുമ്പം നമ്മുടെ ജീവിതത്തിനകത്ത് ശരിക്കും ഇത് ആ രീതിയിൽ ഒരിക്കലും ഇടപെടാതിരിക്കാൻ തക്കണം. കാരണം ഇതൊരു കഠിനമാണെന്നുള്ള ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ, ഞാൻ ഇന്ന് ഒരു സഹോദരനോട് നാട്ടിൽ നിന്ന് സംസാരിച്ച സമയത്ത് സഹോദരൻ ഈ വചനങ്ങൾ സംസാരിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പം, അപ്പോൾ ഈ വചനമൊക്കെ കേട്ടിട്ട് പലരും പെറുപെറുക്കുകയും പലരും സംസാരിക്കുന്നത് നമുക്കറിയാം. അപ്പം സഹോദരൻ പറയായിരുന്നു, സഹോദരൻ പറഞ്ഞൊരു കാര്യം, നമ്മളെവിടെ പോകാനാണ്? നമ്മൾ ഏത് ചർച്ചകളിലും പോകാൻ പറ്റും. ഇപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് താഴ്മയും വിനയവും നമുക്ക് ആവശ്യമാണ്. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന കാര്യം. ഈ നമ്മൾ താഴ്മയും നമുക്ക് വിനയം വേണമെന്ന് പറയുമ്പോഴും നമ്മൾ തകരണമെന്ന് പറയുമ്പോഴും ഇത് കേട്ടിട്ട് ആൾക്കാർ പിന്നെയും അവർക്കതൊരു വളരെ ഭാരമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കണ്ടപ്പം ആ സഹോദരൻ ഞാനുമായിട്ട് സംസാരിച്ച് പറയുമായിരുന്നു, ഇവരൊക്കെ എങ്ങോട്ട് പോകും? എവിടെ പോയിട്ടാണ്? നമുക്ക് നമ്മുടെ കർത്താവിൽ നിന്ന് വരുന്ന ഈ ജീവമൊഴികൾ അല്ലെങ്കിൽ ഈ നിത്യമൊഴികൾ നിന്നിലുണ്ട്. ആ ഒരു കാര്യം നമ്മളത് മനസ്സിലാക്കുകയും നമ്മളെ തന്നെ താഴ്ത്താനും നമ്മളെ തന്നെ വിനയപ്പെടുത്താനും നമ്മളെ തന്നെ വീണ്ടും കർത്താവ് നമ്മൾ കേൾപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? വീണ്ടും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. ഞാൻ പലപ്പോഴും നമ്മൾ ഇവിടുന്ന് കേൾക്കാറുണ്ട്, കേട്ടത് തന്നെ പിന്നെയും പല ആവർത്തി നമ്മളോട് സംസാരിക്കാറുണ്ട്. പല രീതിയിലും അത് സംസാരിക്കാറുണ്ട്. പല ആംഗിളിൽ നിന്ന് നമ്മളോട് വചനം സംസാരിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇതെല്ലാം സംസാരിക്കുന്നത്? കാരണം അവന് നമ്മളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് അങ്ങനെ തന്നെ ആയിത്തീരണം. അവൻ നടന്നതുപോലെ നമ്മൾ നടക്കണം.
അവൻ എങ്ങനെ ഈ ഭൂമിയിലായിരുന്നു അങ്ങനെ തന്നെ നമ്മളും ആയിരിക്കണം. നമ്മൾ കടന്നു പോകുന്ന ഓരോ സിറ്റുവേഷനിലും പിറുപിറുക്കാതെ, അല്ലെങ്കിൽ എത്രമാത്രം നമ്മുടെ ഹൃദയം ഓരോ ദിവസം കഴിയുന്തോറും ആ കർത്താവിലേക്ക് അടുത്തു വരുന്ന ഒരവസ്ഥയിലേക്ക് ആയിത്തീരണം. അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു വാക്യം കൂടെ, ചില കാര്യങ്ങളുടെ എന്നോട് ഇടപെട്ട ഒരു കാര്യമായിരുന്നു. അതിൻ്റെ 4-ാം അധ്യായം, അതായത് യോഹന്നാൻ 4-ാം അധ്യായം, ശമരിയക്കാരത്തി കർത്താവുമായിട്ടുള്ള ഒരു സംഭാഷണം. അതിനുശേഷം അവൾ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചതിന് ശേഷം അവൾ പട്ടണത്തിൽ പോയി അവരോട് പറയുന്നു. ഞങ്ങൾ യേശുവിനെ കണ്ട കാര്യം, കർത്താവിനെ കണ്ട കാര്യങ്ങളൊക്കെ അറിയിക്കുമ്പോൾ ജനമെല്ലാം, അവിടെയുള്ളവരെല്ലാം കർത്താവിനെ കാണാൻ വേണ്ടി വന്നതിന് ശേഷം അതിൻ്റെ താഴെ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്ന ഒരു കാര്യം, അതിൻ്റെ 42 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇനി നിൻ്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. അപ്പം ശരിക്കും നമ്മുടെ ജീവിതത്തിനകത്ത് ഇപ്പം നമ്മൾ അപ്പുറത്ത് കണ്ടു, ദൈവത്തിൻ്റെ വചനമെല്ലാം കേട്ട് അവർ ഓരോരുത്തരായിട്ട് പിൻവാങ്ങി പോകുന്നവരെ കണ്ടു, ഒരു കൂട്ടരെ. അതേസമയത്ത് ഇവിടെ ആ സ്ത്രീയാണ് ചെന്ന്, ശമരിയക്കാരത്തിയാണ് അവിടെ ചെന്ന് പട്ടണത്തിൽ ചെന്ന് പറയുന്നത് യേശുവിനെ കണ്ട കാര്യവും അവൻ ചെയ്ത പ്രവൃത്തികളെ പറ്റി പറയുമ്പം അവരുടെ ഹൃദയത്തിനകത്ത്, അവർ വന്ന് ഇതെല്ലാം കാണുകയും ചെയ്തപ്പോൾ അവരുടെ ഹൃദയത്തിനകത്തുള്ള ഒരു വിശ്വാസം, അവരത് പറഞ്ഞത്: ഇനി നിൻ്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. അപ്പം ഇത് രണ്ടും ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഒരു കൂട്ടർ ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു? ഇത് കഠിന വാക്ക് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോകുന്ന ആൾക്കാരെ കാണാം. പക്ഷേ ചില കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഇനിയും വേറെ ആരും പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞിരിക്കുന്നു, ഇവൻ തന്നെ ലോകരക്ഷിതാവ്, ഇവൻ തന്നെ നമ്മളെ നടത്തുമെന്ന് അറിയുന്ന ഒരു ജനം. അതെ, നമ്മളും എന്നോട് ഞാനും കടന്നുപോയ ഓരോ സിറ്റുവേഷനിലും ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവ് എത്രമാത്രമാണ് നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത്. കാരണം കർത്താവിനോട് പറയുന്ന ഒരു കാര്യം, ശിമോൻ പത്രോസ്, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. അതെ, തീർച്ചയായിട്ടും നമ്മളിതെല്ലാം കേൾക്കുമ്പോഴും, പലപ്പോഴും നമ്മൾ കേൾക്കുമ്പം നമുക്കതൊരു ശാസനയായിട്ട് അല്ലെങ്കിൽ ഒരു അടിയായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് തോന്നും, ഇതെന്നോട് തന്നെയാണ്, എന്നോട് തന്നെയാണ് ഇത് സംസാരിക്കുന്നത്, എന്നെ കുത്തിയാണ് ഇത് സംസാരിക്കുന്നത്, ഇത് ഭയങ്കരമായിട്ട് എന്നെ ലക്ഷ്യം വെച്ച് തന്നെ സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും, പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയണം, നിത്യജീവൻ്റെ മൊഴികൾ അത് കർത്താവിൻ്റെ അടുക്കൽ തന്നെയാണുള്ളത്. അത് കളഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ട് പോകാൻ കഴിയും? നമുക്ക് കർത്താവിനെ വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ കഴിയുമോ? കഴിയത്തില്ല. കാരണം അവൻ്റെ പക്കലാണ് ജീവൻ്റെ മൊഴികളുള്ളത്. അതെ, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അതെ, ഇന്ന് നമ്മൾ അറിയുന്നു, അതെ, നമ്മുടെ കർത്താവ് പരിശുദ്ധനാണെന്നും നമ്മളെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ സഭയിലാക്കിയിരിക്കുന്നതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവനെ വിട്ട് ഒരിക്കലും പോകാൻ കഴിയത്തില്ല. അവൻ്റെ സന്നിധിയിൽ താഴുകയും അവൻ നമ്മളെ ഓരോ ദിവസവും നടത്തുന്ന ആ ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് നടപ്പാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.